പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ രഹസ്യ സർവേ, ആ സർവേ ചോദ്യം ചെയ്ത് കോൺഗ്രസ് നേതാക്കൾ. കോൺഗ്രസ് അറിയാതെയാണ് വി ഡി സതീശൻ രഹസ്യ സർവേ നടത്തിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയ സാധ്യതയാണ് പരിശോധിച്ചത്. 2016 കോൺഗ്രസ് മത്സരിച്ച മണ്ഡലങ്ങളിലാണ് സർവേ നടത്തിയത്. 63 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വിജയിക്കുമെന്നാണ് സർവേ ഫലം. ആ സർവേ ഫലം കോൺഗ്രസ് നേതാക്കൾ പോലും അംഗീകരിക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസത്തെ രാഷ്ട്രീയകാര്യ സമിതിയിൽ നമ്മൾ കണ്ടത്. ഇതൊക്കെ നടത്താൻ താങ്കൾ ആരാണ് എന്നാണെന്ന് AP അനിൽകുമാർ എണീറ്റ് നിന്ന് വി ഡി സതീശനോട് ചോദിച്ചത്. കഷ്ടം, അദ്ദേഹത്തിന്റെ ഒരു സർവേ പോലും അംഗീകരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ പോലും തയ്യാറാകുന്നില്ലോ എന്നത് ഒരു ദൗർഭാഗ്യകരമായ കാര്യം തന്നെയാണ്. വിജിൻ ചേരുകയാണ്. വിജിൻ, പാർട്ടി അറിയാതെ വി ഡി സതീശൻ ഒരു രഹസ്യ സർവേ നടത്തുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയ സാധ്യതയുമായി ബന്ധപ്പെട്ട്. പക്ഷേ അത് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇതൊക്കെ ചെയ്യാൻ, ഒറ്റയ്ക്ക് ചെയ്യാൻ താങ്കൾ ആരാണ് എന്ന ചോദ്യവുമായി പ്രതിപക്ഷ നേതാവിന് മുഖാമുഖം നിൽക്കുകയാണ്. വളരെ, അതായത് സ്വന്തം പാർട്ടിയിൽ പോലും ഒരു വിശ്വാസ്യതയോ നിലനിൽപ്പോ ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് വീഴുകയാണോ? മനു, ഇതിൽ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നിഷ്ടപ്രകാരം കോൺഗ്രസിനെ പൂർണ്ണമായും തന്റെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമത്തിലേക്ക് കുറച്ചു കാലമായി വി ഡി സതീശൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നിലവിൽ ഒരു സാധാരണ നിലയിൽ ഒരു തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോൾ അല്ലെങ്കിൽ പാർട്ടിയെ ശക്തമാക്കാൻ സജ്ജീകരിക്കാൻ ഒക്കെയായി ഹൈക്കമാൻഡാണ് ഇത്തരത്തിൽ AICC ആണ് നേരിട്ട് സർവേ നടത്തുന്നത്. അതിന് ആവശ്യമായ സുനിൽ കനകോലിനെ ഉൾപ്പെടെയുള്ള ഏജൻസികളെ ഇതിന് PR പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരെ എല്ലാം മറികടന്നുകൊണ്ട് വി ഡി സതീശൻ തനിക്ക് മുഖ്യമന്ത്രിയാവുക എന്ന ഒറ്റ താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കോൺഗ്രസിലെ മറ്റ് നേതാക്കളെ എല്ലാം മറികടന്നുകൊണ്ട് ഇത്തരത്തിൽ ഒരു സർവേ നടത്തിയത്. ഇതിൽ 63 സീറ്റിൽ നിലവിൽ വിജയിക്കും എന്നല്ല കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു സർവേ നടത്തുകയും ഇത്തരത്തിൽ നേതാക്കളെ എല്ലാം മാറ്റിവെച്ച് ഇങ്ങനെ ഒരു സർവേ നടത്തിയാൽ 63 സ്ഥലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കണമെങ്കിൽ ആരെ അവിടെ സ്ഥാനാർത്ഥിയാക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് KPCC ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ്. അത്തരം KPCC പ്രസിഡന്റിനെയോ മറ്റ് ഈ കാര്യോപദേശക സമിതിയെയോ ഒപ്പം തന്നെ നിർവാഹക സമിതി, ഇങ്ങനെ പല കമ്മിറ്റികൾ ഉണ്ട്. ആ കമ്മിറ്റി രാഷ്ട്രീയകാര്യ സമിതിയിൽ പോലും അത്തരത്തിൽ ഒരു ചർച്ചയില്ലാതെ ഏകപക്ഷീയമായി തന്നിഷ്ടപ്രകാരം വി ഡി സതീശൻ ഇങ്ങനെ ഒരു സർവേ നടക്കുന്നു. ഇതിനെതിരെ KC വേണുഗോപാൽ തന്നെ രംഗത്തെത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. വലിയ തരത്തിലുള്ള രോഷപ്രകടനമാണ് ഈ വിഷയത്തിൽ വി ഡി സതീശനെതിരായി KC വേണുഗോപാൽ നടത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഏകപക്ഷീയമായി ഈ ചൊൽപ്പടിയിൽ നിർത്താൻ അനുവദിക്കില്ല എന്ന കാര്യം നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നു. പല മുതിർന്ന നേതാക്കൾക്കും വലിയ അമർഷമാണുള്ളത്. രാഷ്ട്രീയകാര്യ സമിതിയിൽ AP അനിൽകുമാർ ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്തു. തന്നിഷ്ടപ്രകാരം ഇത്തരത്തിൽ സർവേ നടത്താൻ ആരാണ് താങ്കൾക്ക് അനുവാദം നൽകിയത് എന്നാണ് ചോദ്യം ഉയർന്നത്. ഒപ്പം തന്നെ ഈ ഘട്ടത്തിൽ 6 പേര് ഈ വി ഡി സതീശൻ KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ചോദിച്ചത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി KPCC പ്രസിഡന്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വേണമെന്നുള്ളതാണ്. അതിനർത്ഥം K സുധാകരനെ ഒട്ടും വിലയില്ലാത്ത നിലയിലാണ് വി ഡി സതീശൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ്. അത് പ്രത്യക്ഷമായും പ്രകടവുമാണ്. എന്തായാലും അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് പോകുന്നു. ഏകപക്ഷീയമായി ഒരാൾ അതിനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമം നടത്തുന്നു. അതിനെതിരായി വലിയ വിമർശനം ഉയർത്തിക്കൊണ്ട് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് ഈ പൊതുസമൂഹത്തിൽ സാമുദായിക സംഘടനകളിൽ ഒക്കെ ലഭിക്കുന്ന ഒരു സ്വീകാര്യത അത് വി ഡി സതീശനെ വലിയ തരത്തിലുള്ള ഒരു സമ്മർദ്ദത്തിലേക്കൊക്കെ എത്തിക്കുന്നുണ്ട്. അതാണ് ഇന്നലെ നിയമസഭയിലൊക്കെ അദ്ദേഹത്തിൽ നിന്ന് പ്രകടമായ ഒരു രീതി, അദ്ദേഹത്തിന്റെ ശരീരഭാഷകളിൽ തന്നെ അത്തരം ഒരു. അതുകൊണ്ടാണോ വളരെ വേഗത്തിൽ പ്രകോപിതനാകുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയൊക്കെ നമുക്ക് ഇന്നലെ സഭയിൽ കാണാൻ കഴിയുന്നത്? ഈ പ്രശ്നങ്ങളെല്ലാം നിൽക്കുന്നത് കൊണ്ടാണോ സ്വന്തം പാർട്ടിയിൽ പോലും ഈ പറയുന്ന അംഗീകാരം ലഭിക്കാതെ പോകുന്ന സാഹചര്യം, സാമുദായിക സംഘടനകളുടെ പിന്തുണ ഇല്ലാതെ പോകുന്ന സാഹചര്യം, പാർട്ടി പിടിച്ചെടുക്കാനുള്ള നീക്കത്തിനെതിരെ വലിയ പ്രതിരോധമുയർന്ന പശ്ചാത്തലം, ഇതൊക്കെയാണോ പ്രതിപക്ഷ നേതാവിന് ഈ പറയുന്ന രീതിയിൽ പ്രകോപനം ഉണ്ടാക്കുന്നത്? തീർച്ചയായും മനു, ഈ രമേശ് ചെന്നിത്തല പല വിഭാഗങ്ങളിൽ NSSൽ, SNDPയിൽ, ഒപ്പം തന്നെ ഈ സമസ്തയിൽ, മറ്റ് ലീഗ് സംഘടനകളിൽ, ഏറ്റവും അവസാനം CH സെന്ററിന്റെ പരിപാടിയിൽ ഉൾപ്പെടെ രമേശ് ചെന്നിത്തലയാണ് പങ്കെടുത്തത്. ഇവിടെ തലസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടും ഒരു ചാരിറ്റി പരിപാടിയായിരുന്നു. ആ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതെ മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ് ആ പരിപാടിക്കും ക്ഷണിച്ചത്. അങ്ങനെ ഘടകകക്ഷികൾക്ക് പോലും ഈ അംഗീകരിക്കാൻ കഴിയാത്ത നിലയിലേക്ക് വി ഡി സതീശന്റെ ഒരു
ആറ്റിറ്റ്യൂഡ് മാറുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു കാണേണ്ട കാര്യം. അതിനുള്ള പ്രകോപനമാണ് ഓരോ ഘട്ടത്തിലും വി ഡി സതീശിൽ നിന്ന് വരുന്നത്. ഏറ്റവും അവസാനം മാരാമൺ കൺവെൻഷനിൽ തനിക്ക് ക്ഷണമുണ്ട് എന്ന വി ഡി സതീശന്റെ അനുയായികൾ, വി ഡി സതീശന്റെ ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്യുന്നവർ, സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർ ഒക്കെ തന്നെ പ്രചരിപ്പിച്ചു. അത്തരത്തിലൊരു ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ ക്രിസ്ത്യൻ സഭകൾക്കിടയിൽ വലിയ തരത്തിലുള്ള അംഗീകാരം വി ഡി സതീശന് ലഭിക്കുന്നു എന്ന് പ്രചരിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിയത്. പക്ഷേ അത് പൊളിയുന്ന സാഹചര്യം ഇന്നലെ മാരാമൺ കൺവെൻഷന്റെ ഭാരവാഹികൾ തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തു. അത്തരത്തിലൊരു ക്ഷണം നൽകിയിട്ടില്ല എന്ന കാര്യം വ്യക്തമാക്കിയതോടെ കൂടുതൽ പ്രകോപിതനായ വി ഡി സതീശനെയാണ് ഇന്നലെയൊക്കെ കണ്ടത്. അങ്ങനെ ഈ പൊതുസമൂഹത്തിനിടയിലോ മറ്റ് സാമുദായിക സംഘടനകൾക്കിടയിലോ ഒന്നും ഒരു സ്വാധീനവുമില്ലാത്ത പ്രതിപക്ഷ നേതാവായി നിലവിലെ പ്രതിപക്ഷ വി ഡി സതീശൻ മാറുന്നു എന്നുള്ളതാണ്. അതിനിടയിലാണ് രമേശ് ചെന്നിത്തല ഇവരെല്ലാം കൂട്ടിയോജിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്. മറ്റ് തരത്തിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ തന്നെ സതീശിനെതിരെ വലിയ തരത്തിലുള്ള അമർഷം പരസ്യമായി രേഖപ്പെടുത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായ സാഹചര്യത്തിലാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രകോപിതനാവുന്ന നിലയിലേക്ക് നിയമസഭയിൽ ഉൾപ്പെടെ പ്രകോപിതനാവുന്ന ഇവിടെ ഈ കെ സി വേണുഗോപാലിന്റെ പിന്തുണയിലാണല്ലോ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി എത്തുന്നത്. പിന്നീടുള്ള യാത്രയിൽ പല ഘട്ടങ്ങളിലും കെ സി പതിയെ സതീശിന്റെ പിന്തുണ കുറയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഈ സർവേ വിഷയത്തിൽ ശക്തമായ നിലപാട് കെ സി വേണുഗോപാൽ സ്വീകരിക്കുമ്പോൾ ഹൈക്കമാൻഡിന്റെ പിന്തുണയടക്കം സതീശന് നഷ്ടപ്പെടാനുള്ള സാധ്യതകളാണോ ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്? കാരണം ഇത്തരത്തിലുള്ള സർവേകളൊക്കെ സാധാരണ ഹൈക്കമാൻഡാണ് നടത്താറുള്ളതെന്ന് നമുക്കറിയാം. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ നേതൃത്വം അറിയാതെ ഒറ്റയ്ക്കൊരാൾ ഞാനാണ് എല്ലാം, ഞാനാണ് പാർട്ടി എന്ന രീതിയിലേക്ക് വരുമ്പോൾ വരും ദിവസങ്ങളിൽ സതീശന് മുന്നോട്ടുള്ള യാത്ര കൂടുതൽ ബുദ്ധിമുട്ടാകാനുള്ള സാധ്യതയാണോ വിജിൻ കാണുന്നത്? തീർച്ചയായും മനു, അങ്ങനെ തന്നെയാണ്. ഒരു ഭാഗത്ത് കെ സുധാകരനെ എങ്ങനെയും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നിലവിൽ സതീശൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിന് സതീശന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് കെ സി വേണുഗോപാൽ തന്നെയായിരുന്നു. കെ സി വേണുഗോപാലിനെ വെച്ച് അത്തരത്തിലൊരു നീക്കം നടത്താം എന്നുള്ളതായിരുന്നു വി ഡി സതീശന്റെ ആഗ്രഹവും അതിനുള്ള നടപടികളും ഒക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ സർവേ നടത്തിയതുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ ഈ പ്രധാനിയായിരുന്ന ചർച്ചയൊക്കെ ഉയരുന്ന സാഹചര്യത്തിൽ കെ സി വേണുഗോപാൽ വലിയ തരത്തിലുള്ള അമർഷം പ്രകടിപ്പിച്ചു എന്നാണ് വരുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ഹൈക്കമാൻഡിലുള്ള സ്വാധീനം ഉൾപ്പെടെ നഷ്ടപ്പെടുന്നു എന്ന് വേണം കാണാൻ. വി ഡി സതീശന് അത്തരത്തിൽ ഈ കെ സി വേണുഗോപാലിന്റെ വലിയ പിന്തുണയുണ്ടായിരുന്നു. ആ പിന്തുണയുടെ ഒരു അഹങ്കാരത്തിലായിരുന്നു കെ പി സി സിയെ പൂർണ്ണമായും കൈപ്പിടിയിലാക്കാനുള്ള ഒരു ശ്രമം വി ഡി സതീശൻ നടത്തിയിരുന്നത്. പക്ഷേ അത് നിലവിൽ പൊളിയുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൽ നിന്ന് തന്നെ വരുന്ന വിവരം. ഇത്തരത്തിൽ ഒരു സർവേ നടത്തി അത് തനിക്ക് മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിയത് എന്ന ഒരു അഭിപ്രായത്തിലേക്ക് കോൺഗ്രസ് നേതാക്കൾ എല്ലാം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പരസ്യമായി ഇക്കാര്യം പ്രകടിപ്പിക്കുകയും ചെയ്ത് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലാണ്. അതിൽ തന്നെ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. അതിനുശേഷം സാധാരണഗതിയിൽ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നാൽ സംയുക്ത വാർത്താ സമ്മേളനവും ഒപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനവും ഒക്കെ നടക്കാറുണ്ട്. അത് വീണ്ടും നീണ്ടുപോവുകയായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരാഴ്ച ആയിട്ടും അത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്താൻ പോലും നിലവിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും എടുത്തു കാണേണ്ടതാണ്. അത്രമാത്രം വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് നിലവിൽ കോൺഗ്രസിനകത്ത് ഉള്ളത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ വി ഡി സതീശന്റെ ഏകപക്ഷീയമായ കോൺഗ്രസിനെ പൂർണ്ണമായും കൈപ്പിടിയിലെടുക്കാനുള്ള ഒരു ശ്രമത്തിനെതിരെ നേതാക്കൾ തന്നെ പരസ്യമായി രംഗത്തെത്തുകയും ഒപ്പം തന്നെ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ കടുത്ത അതൃപ്തി അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. മനു.